ശേഷമാണ് ബഹ്റിൻ വീഡിയോസ് ചെയ്യുന്നത്. തിരിച്ച് ബഹ്റിനിൽ എത്തിയിട്ട് ഒരുപാട് ദിവസമായിരുന്നു. പക്ഷെ ഭയങ്കര മടിയായിരുന്നു വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ സൗദി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ബഹ്റിനിലെ ഒരുവിധം എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും പോവാത്ത ഒരുപാട് പ്ലേസസ് ഉണ്ടായിരുന്നു. മിസ്സായി പോയിട്ടുള്ള പല പ്ലേസസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇനി നമ്മൾ വീണ്ടും കവർ ചെയ്ത് വീണ്ടും സ്റ്റോറി വൈസ് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് തിരിച്ച് ബഹ്റിനിൽ വരുന്നതായിരിക്കും. എല്ലാവരും കാണുന്ന വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളിത് പാസ്പോർട്ട് ഐലൻഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ടൈം വന്നിരുന്നു. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സൗദിയാണ്. നമ്മൾ സൗദിയിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ സൗദിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് വിസ വേണം. സൗദി വിസയ്ക്ക് 40 BD per ഹെഡാണ് ഇപ്പോൾ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾ ഇൻഷുറൻസും വേണം. വെഹിക്കിൾ ഇൻഷുറൻസ് നമുക്ക് ഓൺലൈൻ വഴി എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഡയറക്റ്റ് എടുക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ചെക്കിംഗ് പോസ്റ്റുകളിലെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എക്സിറ്റ് ആയി സൗദിയിലോട്ട് കടന്നു. അപ്പം ഞങ്ങൾ അൽഖുബാർ വരെ പോകാനുള്ള ഉദ്ദേശമേ ഉള്ളൂ. അവിടെ പോയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോരും. എൻ്റെ വിസ 3 മന്തിൽ എക്സിറ്റ് ആവണം. വിസിറ്റിംഗ് വിസയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അൽഖുബാർ എത്തും. ഇതിൻ്റെ അടുത്താണ് അൽഖുബാർ. നമുക്ക് അൽഖുബാർ പോകാൻ നല്ല സുഖമാണ്. ഈ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനൊരു 45 മിനിറ്റ്സ് വരുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്കൊരു 20 to 30 മിനിറ്റിൽ എന്തായാലും പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഒരു 50 കിലോമീറ്ററോളാണ് നമുക്ക് ഡ്രൈവ് വൺ സൈഡ് വരുന്നത്. അങ്ങനെ ബ്രിഡ്ജ് ഇറങ്ങി നമ്മളിതേ അൽഖുബാർ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് സൈഡ് വാക്ക് വേ കണ്ടിരുന്നു. അപ്പം അവിടെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബീച്ച് സൈഡ് വാക്ക് വേ. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ കുറച്ച് നന്നായിട്ട് ട്രീസും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് വന്നിരുന്ന് പിക്നിക്കിനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അവർ. നല്ലൊരു ക്ലൈമറ്റ് മീൻസ് ചൂട് കുറച്ച് കുറഞ്ഞ് വന്നിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ സൂര്യനുണ്ടെങ്കിലും നല്ലൊരു തണുത്ത കാറ്റായതുകൊണ്ട് അത്രയും ഹീറ്റ് അറിയാത്തൊരു ക്ലൈമറ്റാണ്. ഒരുപാട് പേര് പിക്നിക്കിനും മറ്റുമായിട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലായിട്ട് കുറച്ച് രസകരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. എല്ലാം വളരെ പ്രീമിയം റേഞ്ചിൽ വരുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഇതെല്ലാം. പക്ഷേ നല്ല രസമുള്ള നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. രസകരമായിട്ട് തോന്നി ബിൽഡിങ്സ് എല്ലാം കണ്ടപ്പോൾ. അത്രയും ലക്ഷറി വേണ്ട എന്ന് വിചാരിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. നേരെ ഇവിടെ അൽഖുബാർ തന്നെ ഒരു താജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. ഫ്രൈഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ നല്ല കറക്റ്റ് ഉച്ച സമയം ആയതുകൊണ്ടും റെസ്റ്റോറൻറ്റ് നല്ല തിരക്കായിരുന്നു. അത് കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ബഹ്റിനിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതേ നമ്മൾ സൗദി ബഹ്റിൻ ബ്രിഡ്ജ് വീണ്ടും കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് ഐലൻഡ് കാണാൻ പറ്റും. വളരെ അടുത്താണ്. ഈ ബ്രിഡ്ജ് നിന്ന് പാസ്പോർട്ട് ഐലൻഡിലോട്ട് വളരെ കുറച്ച് ദൂരെ വരുന്നുള്ളൂ. അങ്ങോട്ട് പോയി അത്ര ബുദ്ധിമുട്ടൊന്നും തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാ ചെക്കിങ് പോസ്റ്റുകളും ക്ലിയർ ആക്കി പെട്ടെന്ന് പോകാൻ പറ്റി. അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു ഒരുപാട് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ റിട്ടേൺ വരൽ നല്ല ഈസി ആയിരുന്നു. പെട്ടെന്ന് എല്ലാം ക്രോസ് ചെയ്ത് കടന്നു വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അൽഖുബാർ യാത്രയിലെ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.